സോ വെൽക്കം ബാക്ക് ഗൈസ്. നമ്മളതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്ക്. പുതിയ വീഡിയോ വിത്ത് പുതിയ ഗെയിം. ഈ ഗെയിമിൻ്റെ പേരാണ് ദ ആർക്ക് സർവൈവൽ ഇവോൾവഡ്. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാണിച്ചു തരാം. നമ്മളൊരു അബണ്ടൻ പേഴ്സണാണ് ഗൈസ്. അബണ്ടൻ മീൻസ് നമ്മൾ ലോസ്റ്റ് ആയൊരു പേഴ്സണാണ്. അപ്പോൾ നമ്മളിവിടെ സർവേ ചെയ്യണം, ഈ ഐലൻഡിൽ സർവേ ചെയ്യണം. പിന്നെ സ്റ്റോറി മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഗെയിമിൻ്റെ എക്സ്പീരിയൻസും ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കാര്യമായിട്ട് ഗെയിമും കാര്യങ്ങളൊന്നും അറിയാം. സോ അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തതിലൊക്കെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അതല്ല ഇനി വേറെ ഏതെങ്കിലും ഗെയിമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഒക്കെ ചെയ്തോളൂ ഗൈസ്. ഫുൾ ഫ്രീ ആണ് ഗൈസ്, ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഇത് ഞാൻ നമ്മളെ മൈൻഡ് ക്രാഫ്റ്റ് പോലെ തന്നെ ഫസ്റ്റ് എന്തോ മരം മുട്ടണം, കല്ല് പൊറുക്കണം, അങ്ങനെ എന്തൊക്കെ എന്നാണ്. അപ്പോൾ ഈ കല്ല് എടുക്കാതെ വൺ റിയലിസ്റ്റിക് ഗെയിമാണ് ഗൈസ്. പിന്നെ ഗ്രാഫിക്സ് ഞാൻ കുറച്ചായിട്ടേക്കുന്നത് എൻ്റെ ഫോൺ ലോഡാണ്. ബട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ ഇച്ചിരി ലാഗ് ഉള്ളതുകൊണ്ട് കുറച്ചിട്ടിട്ട് റിഫ്ലക്സ്, ലൈറ്റിൻ്റെ റിഫ്ലക്സ് നോക്കി ഏതല്ലേ അവിടെ ഒരു ഹെരേറാസോറസ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഡൈനോസറിൻ്റെ പേര് കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. വെള്ളത്തിനടിക്ക് ഇറങ്ങി നോക്കിയതാ ഏതാ വെള്ളത്തിനടിക്കാൻ അപ്പോഴാണ് മീൻ. അടേ ഇത് കടിക്കോ, മീൻ കടിക്കോ? പിന്നെ ഇതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഇച്ചിരി ടാസ്ക്കാണ്. എടേ എന്താടാ മയവില്ലോ? കൊന്ന് ഇല്ല, ചത്തിയില്ലല്ലേ? വൈൽഡ് ഫീമെയിൽ ഡോഡോ ലെവൽ 6, ജെൻഡർ ഫീമെയിൽ, അൺകോൺഷ്യസ്നെസ് അല്ലേ? ഓക്കെ. ഇതിൽ ഫുഡ് ഇൻ ഇൻവെൻട്രി ടു ടൈം. ഇതിൽ നമ്മൾ ഇവിടെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ടൈം ആവുന്ന പറയുന്നത്. ഇത് നമുക്കിപ്പോൾ ഇതിനെ ടൈം ആക്കണം. എന്തെങ്കിലും ഇറച്ചിയും കാര്യങ്ങളൊക്കെ ചത്ത്. ഇപ്പം ലിറ്ററലി ചത്ത്. പക്ഷേ നേരത്തെ ചത്തില്ല. ഇത് ബോധം കെട്ടൊക്കെ ഇതിപ്പോൾ എന്ത് ഡീറ്റെയിലിങ്ങടെ ഗെയിം. ഹൈഡ് റോമീറ്റ്. ഓക്കെ, ഇത് ഡിക്കമ്പോസ്ഡായി, അതായത് നശിച്ചു പോയി. പാറന്ന് കുത്താൻ കഴിയില്ലല്ലേ? നമ്മൾ ഓവർ പവേർഡാന്ന് കരുതിയ സ്റ്റോണും കാര്യങ്ങളൊക്കെ പൊറുക്കിയെടുക്കാം. ഈ കല്ല് വെച്ച് എറിയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ സൂപ്പർ ആയിരുന്നു കേട്ടോ. നോക്കട്ടെ. ഇല്ലല്ലേ, നമുക്ക് ഈ ഹഡൊക്കെ എടുക്കാൻ കഴിയുന്നില്ല കല്ല്. അത് ചെറിയൊരു ബോറ് പോലെ. അവിടെ ഇതിന്റെ മൂവ്മെന്റ് ഒക്കെ നോക്കിയേ. ഏതാ ഇത്? ഐ ഗ്രാഫിക്സ് ഇട്ടാണ് പൊളി ഗെയിമാട്ടോ ഗൈസ്. പക്ഷെ ഐ ഗ്രാഫിക്സ് നമ്മക്കിട്ട് കളിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. മരം പൊട്ടിച്ചല്ലേ? അടേ ഇത് ഞാൻ അപ്പോഴാണ് എത്തിക്കുന്നേ. നോക്കിയേ, നമ്മള് കുത്തും തോറും മനസ്സിലാവുണ്ടോ? അവിടെ അങ്ങനെ പൊട്ടി വെക്കുക. ഇനി മരം മുകുവോ? മരം മുകൂടി ചെയ്തൊക്കെയാണെങ്കിൽ പൊളിയായിരുന്നു. മരം വീണടേ. പിന്നെ നമ്മളെ ഹെൽത്ത് വീണ്. മറ്റേ ഒരു ക്രോസ് അയക്കാൻ കണ്ടോ? അത് നമ്മളെ ഹെൽത്താണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സ്റ്റാമിന ഹെൽത്തും കുറയുന്നുണ്ടല്ലേ? ഇതിങ്ങനെ ചാടുമ്പോഴും. എന്തോടുന്ന നമുക്ക് എന്താ ചെടിക്കുന്നൊക്കെ കണ്ടോ? ഡീറ്റെയിലിംഗ് ഒക്കെ ലിറ്ററലി ഗ്രേറ്റ് ഗെയിം വൈസ്, ഗ്രേറ്റ് ഗെയിം. ഇതിൻ്റെ സ്റ്റോറി മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൾട്ടിപ്ലെയർ ഉണ്ട്. അപ്പോൾ സിംഗിൾ പ്ലെയർ അടുത്ത്. എടാ എത്ര ടാച്ചാ കിട്ടിയ? താച്ച്
ടച്ച് എറിയുമ്പോൾ എന്താണ് എടേ ഹെൽത്ത് കുറേ ഉണ്ട്. ഇമ്മേ ഞാനങ്ങനെ ഇടിച്ചോണ്ട് നിൽക്കുക. ഹെൽത്ത് കുറയുന്നുണ്ട്. ഫുഡ് കഴിക്കാനില്ലേ? ഇത് കൺസ്യൂം. എടാ സൗണ്ടിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കിയേ. ഇതാണ് നമ്മുടെ ക്യാരക്ടർ കേട്ടോ. പിന്നെ നമുക്ക് എന്തോ ലെവലപ്പും കാണുമല്ലോ. ഓരോ സംഗതി ചെയ്യുമ്പോൾ ലെവലപ്പ് കഴിയും. മൂവ്മെൻ്റ് സ്പീഡ് കൂട്ടാനാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ. സ്റ്റോൺ പിക്ക്, ഹാക്സ്, പിന്നെ ടോർച്ച്, സ്പിയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇപ്പം എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ കഴിയും? ഇതൊന്ന് ക്രാഫ്റ്റ് ആക്കാം. ഇത് നമ്മൾ മൈൻക്രാഫ്റ്റ് വല്ല അപ്പനെ ക്രാഫ്റ്റ് ആകത്തില്ല, അത് ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ ഇതിന് ഫ്ലിൻറ്റ് വേണമല്ലേ? ഇത് ഞാൻ അത് വരാതെ കളിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നത് ഇതെടുത്തിട്ട് നമ്മൾ പാറിൻ്റെ അവിടെ അടേ ഈയടേ ഡ്രോപ്പിഡ് പോയി ചാർന്ന്. അയ്യേ, അടേ നമ്മളത് ബാഗിലേക്ക് എടുത്ത് ഇവിടെ ഇതാ. അടേ ഇത് അത് കഴിക്കാൻ പറ്റിയത് പറയണേ. ഇത് നോക്കി ഡീറ്റെയിൽ അവിടെ മാത്രമല്ല, നമുക്ക് കൊത്തി കഴിഞ്ഞാൽ ലൂർത്തൊക്കെ ആവുന്നുണ്ട്. അപ്പം അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ആക്സും കൂടി ക്രാഫ്റ്റ് ആക്കാം. ക്രാഫ്റ്റ് 1 ഇതും ക്രാഫ്റ്റ് ആക്കാവുന്നില്ലേ? ടോർച്ച് ലെവലപ്പ് അവൈലബിൾ ഇൻ. ഓക്കെ, ലെവലപ്പ് ചെയ്യാന്നാ പറയണേ. വെയിറ്റ് കൂട്ടണോ? ഹെൽത്ത് ഫുള്ളായി. പിന്നെ നമുക്ക് ഇതിൽ ഓരോന്നിങ്ങനെ ഇത് അൺലോക്ക് ചെയ്യാൻ കഴിയൂലേ? ഡ്രസ്സൊക്കെ നമ്മൾ ഉണ്ടാക്കണല്ലേ, ക്ലോത്ത്. നമുക്കിങ്ങനെ ഓരോന്ന് അൺലോക്ക്. ഞാൻ ചെയ്യുന്ന ശരിയാണെന്ന് അറിയില്ല. ഇതെന്തോ പോയിൻ്റാണ് കണ്ടോ? എന്താണ് എൻഗ്രാം അങ്ങനെ എന്തോന്ന് പോയിൻ്റാണ്. ഇത് കുറേ സ്റ്റോറേജ് ബോക്സ്. നമുക്ക് എല്ലാം അങ്ങനെ അൺലോക്ക് ആക്കാം. ഇതല്ലേ? ഓക്കെ, ഇനി ഈ ടോർച്ച് നമുക്ക് ഇൻവെന്ററിലേക്ക് വെക്കാം. കഴിയുന്നില്ലേ? സ്പിയർ ഉണ്ടാക്കി വെക്കാം. ഇവിടെ ക്രാഫ്റ്റിംഗ് ക്യൂ ഉണ്ടല്ലോ. ഇവിടെ ഇത്ര ഐറ്റംസ് മാത്രം അറ്റ് എ ടൈമിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ടോർച്ച് എന്തൊക്കെ ആയത്? എടേ ഇത് ചിലപ്പോൾ ഇതിനെന്തേ യൂസ് ഉണ്ടാവും ഗൈസ്. സ്പിയർ ഡൈനോസേഴ്സ് ഒക്കെ ഇവിടെ. നമ്മളിനി ഇവിടെ ആയിട്ടാണ് ഡൈനോസേഴ്സിനെ കാണാത്തത്. പിന്നെ ഇതിലോരോ സ്പോണിങ്ങിൻ്റെ സ്ഥലങ്ങളുണ്ട് ഗൈസ്. മാൻ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. കറക്കിയെടുത്ത് കയ്യിൽ. യു ആർ സ്റ്റാർവിങ്. വിശക്കുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, പിന്നെ വെള്ളം കുടിക്കാൻ കഴിയും. ഇത് കയ്യിൽ നിന്ന് മാറ്റട്ടെ. എന്ത് വെള്ളം എങ്ങനെ കുടിക്കുക? ചാവും കഴിയും. എടേ നൈറ്റ് ആവാറായി. നൈറ്റ് ആയി കഴിഞ്ഞാൽ സീനാവോ?
അവിടെ എന്താ എന്തോ എന്താ ബീക്കണോ അങ്ങനെ എന്തോ കാണുന്നുണ്ട്. മൈൻഡ് ക്രാഫ്റ്റിന്റെ നോളജ് വെച്ചാണ് ഗൈസ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. This yellow berry grows mostly in the beaches and tasty and can use to make yellow dye. ഓ യെല്ലോ ഡൈസ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയൂലേ? ഇതൊക്കെ എന്താണാവോ? എന്താ മെറ്റൽ? ഓ മെറ്റൽ, നമുക്ക് ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓ ഫുഡിൻ്റെ അളവ് അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് അത്ര അത് പോരാ, അത് ജസ്റ്റ് നമുക്ക് ഫുഡ് ഇപ്പം ഏകദേശം സെറ്റായി വന്നു. ഹെൽത്തും കൂടുണ്ട്. ഓ ഫുഡ് ഇങ്ങനെ പതുക്കെ കയറുന്നു. എന്ത് ഡീറ്റെയിലിങ്ങടെ ഗെയിം, സീരിയസ്ലി. ഓക്കെ ഇപ്പം ഹെൽത്തും കാര്യങ്ങളൊക്കെ കയറി. അവിടെ ഗൈസ് നൈറ്റായപ്പോൾ സൗണ്ടും കാര്യങ്ങളൊക്കെ. മാൻ ചെറിയ ഞാൻ ടോർച്ച് എടുത്ത് ഇപ്പം കൈ പിടിക്കായോ? ഇപ്പം കൈ പിടിക്കാൻ നൈറ്റാണ്. ഓ മാൻ ലിറ്ററലി എടേ എന്ത് എടാ അവിടെ എന്തോ ഡൈനോസർ എന്തോണ്ടടാ. അടേ ഞാൻ ഓടട്ടെ. ദൈവമേ ചത്തണെങ്കിൽ നമുക്കാണ് ടൈം ചെയ്യരുത്. അല്ല ടൈം ചെയ്യണ്ട, ഇപ്പം ടൈം ചെയ്യണ്ട. നമുക്ക് ഫുഡിന് ആവശ്യമുണ്ട്. നമ്മളെ ഇവിടുന്ന് അടിച്ചേ മാൻ. ഞാൻ മറ്റേ ഡൈനോസർ. ഓ അവൻ ചത്തണേ ലൈക്ക് മനസ്സിൽ മറ്റേ അവൻ അൺകോൺഷ്യസ്നെസ് ആണ്. പക്ഷേ അവന് കാണുന്നില്ല. തന്നെ ഉരുണ്ട് പോട്ടായി വേണ്ട. എൻ്റെ മോനെ അടേ ഇതെന്താടാ ആമയാണ് കൈ. അവനിപ്പോ നമ്മളൊന്നും ചെയ്യൂല. മറ്റേ ഹെർബിവോറസ് ആണ്. ലൈക്ക് ഈ പച്ചക്കറിയും പുല്ലും മാത്രം നിന്ന് ഡൈനോസേഴ്സ് ഉണ്ടാവുമല്ലോ, അതാണ് അവൻ. നമുക്ക് ഇപ്പൊ ഏതാ ഇതെടുത്തു കഴിഞ്ഞാല് ഓ മാൻ യു കിഡിങ് മീ. ഇനി ഇത് കഴിയുമ്പം ഇത് കിട്ടുമോ? റോ മീറ്റ് തന്നെ കിട്ടുന്നത്. ചാതി ഡീറ്റെയിലിങ്. എടാ ഇവിടെ കുറെ ഡോഡോ.
അതിന് ഒരു ഡോഡൊന്നാണല്ലോ നമ്മൾ നേരത്തെ കൊന്ന് ഇതിനെ കത്തിച്ചത്. എടാ ഇത് ഒറ്റയടിക്ക് കത്ത്. ഓ എടാ നോക്കി നമ്മൾ ഇതിനടിക്കുമ്പോ മറ്റേ പേടിച്ച് പോന്നേ. എടാ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, തല്ലിച്ചിട്ട് സൗണ്ട് അല്ലാതെ. ഐ തിങ്ക് ഐ ഡോണ്ട് നോ. ഞാനിവിടെ ബീച്ച് സൈഡ് നിൽക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എവിടെ ഇത് നോക്കി, അവിടെ നോക്കി നമ്മളിതിൻ്റെ ഫയറിൻ്റെ റിഫ്ലക്സ്. ഇത് ഈ ഇത് കഴിഞ്ഞടേ. ഓ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെഡി ആക്കാനും കഴിയൂലേ? കുന്ത വെച്ച് കുത്ത. യു കിൽഡ് ഡോഡോ ലെവൽ 8. ലെവലപ്പ് അവൈലബിൾ ഇൻ ആക്സസ് ഇൻവെന്ററി. നമുക്ക് എന്താ കൂട്ടുക? ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. ഓ വാട്ടർ 100% അല്ലേ? അതാ നമുക്ക് നേരത്തെ വെള്ളം കൊടുക്കാൻ. ഞാൻ അടിക്കണ എന്നെ അടിക്കണോ? അടിക്കണോ? ഇത് എനിക്ക് ഇഷ്ടമാണ്. തീൻ്റെ യു കിൽഡ് ഡോഡോ ലെവൽ 1. അയ്യേ, ഓരോ ലെവലിൻ്റെ അനുസരിച്ച് ഇവന്മാർക്ക് മീറ്റിൻ്റെ അളവും ഉണ്ടാവൂലേ? എന്റെ ദൈവം, ഇതെന്തത് ഉടുമ്പോ? പിന്നെ അവിടെ ഇത് നമ്മളെ പേരെന്താ? വൈൽഡ് ഫീമെയിൽ മോസ്കോ ലെവൽ 4. അടിച്ചു നോക്കണം ഗൈസ്. വേണ്ട വേണ്ട വേണ്ട, ഉപ്പുണ്ട. അടേ എന്റെ റബ്ബേ, എന്റെ റബ്ബ്. ഞാൻ പോട്ടെ. ശരിക്കും നമ്മൾ ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി അവിടെ സെറ്റ് ആവണം ഈ ടൈം ആകുമ്പോൾ, നൈറ്റ് ആകുമ്പോൾ. ഇപ്പന്മാർ വെറുതെ കഴിച്ച് ലോടിച്ചും നിരത്തി. ഓ മാൻ, ലിറ്ററലി എ ഗ്രേറ്റ് ഗെയിം ഗൈസ്. എനിക്ക് ഇത്രത്തോളം എൻജോയ് ചെയ്യാൻ കഴിയുന്നത് എനിക്കറിയില്ല. ബട്ട് ഞാൻ എടാ അത് നോക്കിയേ, പറക്കുന്ന ഡൈനോസറേ. എന്റെ മോനെ, ദിസ് ഈസ് ദ ഗെയിം മാൻ, ദിസ് ഈസ് ദ ഗെയിം. നമ്മൾ നേരത്തെ ഒന്ന് സ്ഥലം തന്നെയാണ്. എടാ എനിക്കൊരു ഡൈനോസർ ഇങ്ങനെ ലൂസ് മോഷൻ ആയി ഗൈസ്. ഫുഡ് പെട്ടെന്ന് തിരിച്ചു തോന്നി. നമ്മൾ റോ മീറ്റ് കഴിച്ചിട്ടാ തോന്നുന്നത്. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. റോ മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഡൈജഷൻ കുറയും എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. Everyone poops. Can you provide nitrogen help? അയ്യേ, ഇതൊക്കെ എടുത്ത് കഴിക്കുന്നേ. You are cold. You should find
ഓ നമ്മൾ ഈ ടൈമിൽ വെള്ളത്തിക്കൊന്നും ഇറങ്ങാൻ പറ്റൂല. നമുക്കിത് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യണ്ട ഈ മാപ്പ്. നമ്മൾ സ്പോൺ അയക്കുന്ന സ്ഥലം ഓ മാൻ യു ആർ ഹോട്ട് യു ഷുഡ് നിങ്ങൾക്ക് ഈ ഗെയിം ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്തു. നമ്മളെ മൊബൈലിലുണ്ട്, ഞാനിപ്പോൾ മൊബൈലിലാണ് കളിക്കുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ എത്ര ഫോണിലത് സപ്പോർട്ട് ആവുന്നത്. എൻ്റെ ഫോൺ അത്യാവശ്യം സ്പെക്ക് ഉള്ളത് കൊണ്ടാണ് ഇപ്പം സപ്പോർട്ട് ആവുന്നത്. ഐ ഡോണ്ട് നോ. ബട്ട് ഒരു ഗെയിം ഇഷ്ടപ്പെടുന്ന, ഒരു സർവൈവൽ ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരാൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഗെയിമാണ് ഗൈസ്. അത്രക്ക് ഡീറ്റെയിലും കാര്യമുണ്ട്. PC ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും. സീരിയസ്ലി പറയാം, PC ഉള്ള ഒരാളാണെങ്കിൽ മസ്റ്റ് ട്രൈ. പിന്നെ മൾട്ടിപ്ലെയർ എന്താ പാടെന്ന് എനിക്കറിയില്ല. മൾട്ടിപ്ലെയർ ഞാൻ കുറച്ച് ആൾക്കാരെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഓല് പറഞ്ഞത് നമ്മളെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചാവട 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 അല്ല് ചാവട അല്ല് ചാവട. ദൈവമേ, you killed yourself. Respawn random location. Random location select ചെയ്തിട്ടുണ്ട്. Man, ആ ചെറുതേറ്റങ്ങള് ഞാൻ കണ്ടും പൂട്ടിയൊക്കെ പായി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇരുട്ടാണ്. അപ്പം ഈ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സെറ്റായിട്ട് വരും ഗൈസ്. സോ അടുത്ത പാർട്ട് 2 ആണെന്നുള്ളൊരു കമൻറ്റ് എന്തായാലും എനിക്ക് ചെയ്യാനാണ് താല്പര്യം. കാരണം അത്രയ്ക്ക് അടിപൊളി ഗെയിമാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ സ്റ്റോറി മോഡിലേക്കൊക്കെ ഇറങ്ങി നോക്കണം. ആ സംഭവങ്ങൾ, ആ ബീമും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കണം. നമ്മൾ ജസ്റ്റ് ഗെയിം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ ഫസ്റ്റ് ചാനൽ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. നമ്മൾ മൈൻക്രാഫ്റ്റ് കണ്ടന്റ് അതിലാണ് ഇടുക. ഇത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. ഇതിൽ വേറെ കുറേ ഗെയിംസ് വരും. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. It's your Charlie signing off. Bye.